മാർക്കറ്റിലെ എല്ലാ മൂവ്മെന്റ് ക്യാച്ച് ചെയ്യുന്ന ഒരാളല്ല ഒരു പ്രൊഫഷണൽ ട്രേഡർ. നമ്മളുടെ സെറ്റപ്പിൽ നമ്മളുടെ ലെവലിൽ മാർക്കറ്റ് എത്തുമ്പോഴത്തേക്ക് അതിനെ ക്യാച്ച് ചെയ്യുന്ന ഒരാളാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ. ദിസ് ഈസ് മീ ആരൻ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. സോ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബുള്ളിഷ് മൂവ്മെന്റ് ആയിരുന്നു. ബട്ട് എന്നാൽ നല്ലൊരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ക്യാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. അതിന് ഓപ്പോസിറ്റ് ഇന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതൊരു നമ്മളുടെ നോൺ ട്രേഡിംഗ് സോണിലായിരുന്നു മാർക്കറ്റ് നിന്നിട്ടുണ്ടായിരുന്നത്. സോ ഹിയർ നിഫ്റ്റി ഓൾമോസ്റ്റ് ഈ ഒരു നല്ലൊരു ഫോൾ വന്നു. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഈ ഒരു ഫോളിൽ നിന്ന് ക്യാച്ച് ചെയ്യാമായിരുന്നു. ബട്ട് എന്നാൽ നമ്മൾ ബുള്ളിഷ് ആയിരുന്നത് കൊണ്ട് തന്നെ അത്ര നല്ലൊരു സ്ട്രോങ് വ്യൂ ബെയറിഷിലോട്ട് ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിഫ്റ്റിയിൽ എടുത്തിട്ടില്ലായിരുന്നു. അടുത്തത് നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും ഫിൻ നിഫ്റ്റി ആണെങ്കിലും മിഡ് ക്യാപ് നിഫ്റ്റി ഒരു 9:30 ആയപ്പോൾ നല്ലൊരു സ്പൈക്ക് വന്നു. അതായത് ബുള്ളിഷോട്ട് പോകാൻ പോവുകയാണെന്ന് കാണിച്ചു. പക്ഷേ എന്നാൽ അവിടെയും അത് ഫെയിലിയർ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് ആകെ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ടാറ്റാ സ്റ്റീലിൽ മാത്രമായിരുന്നു. നമ്മൾ അത് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സ്വിംഗ് ട്രേഡിലാണ് നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ നമ്മളുടെ വ്യൂ എന്താണ് അത് നമുക്ക് ആദ്യമേ നോക്കാവുന്നതാണ്. നിഫ്റ്റിയിൽ ലെറ്റ്സ് സേ ഹിയർ ഓൾമോസ്റ്റ് മാർക്കറ്റ് ചെറിയൊരു ബ്രേക്ക് ഡൗൺ തന്നു നിൽക്കുകയാണ്. നമ്മളപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ലോ അതായത് 25,800 താഴെ ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് നാളെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 25,550 വരെ മാർക്കറ്റ് വരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ. ലെറ്റ്സ് സേ നിഫ്റ്റിയിൽ നമുക്കൊരു 1% ഇല്ല 1.5% റിസ്ക് എടുക്കാം. 2% റിസ്ക് എടുക്കാനായിട്ട് ഞാൻ പറയുന്നില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത് നമുക്കൊന്ന് നിഫ്റ്റി ബാങ്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ തന്നെ നല്ലൊരു ഫോൾ തന്ന് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ see here ഓൾമോസ്റ്റ് ഒരു 52,989 നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് 52,900 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ച് 52,600 ഓൾമോസ്റ്റ് 300 പോയിന്റ്സ് മാർക്കറ്റ് താഴെ വീഴാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. വീഴുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നാളെ ചൊവ്വാഴ്ചയാണ് ഫിൻ നിഫ്റ്റി എക്സ്പയറി ഉണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച നമുക്ക് അവധിയാണ്, റൈറ്റ്, October 2. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ നിഫ്റ്റി ബാങ്കിന്റെയും എക്സ്പയറി ആണ്. അപ്പൊ നമ്മൾ ഇവിടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാ എക്സ്പയറിയിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് എക്സ്പയറി അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങൾ ഓർക്കുന്നോ, നമ്മൾ നല്ലൊരു ട്രാജക്ടറി മൂവ്മെന്റ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ഒരു ഹ്യൂജ് റാലി തന്നെയായിരുന്നു നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാളെ എങ്ങാനും ഉണ്ടായാലോ നമുക്ക് നോക്കാം നാളെ. ബട്ട് എന്നാൽ നാളെ നമുക്ക് ബെയറിഷ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിഫ്റ്റി ബാങ്ക്. അടുത്ത് നമുക്ക് ഫിൻ നിഫ്റ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് സെയിം ലെവലിൽ ഈ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 24,450 24,450 താഴെ മാർക്കറ്റ് നാളെ വരികയാണെങ്കിൽ നമുക്ക് ബെയറിഷ് സൈഡിലോട്ട് കൺസിഡർ ചെയ്യുകയും ഓൾമോസ്റ്റ് 24,300 അതല്ലെങ്കിൽ 24,200 to 250 24,200 to 250 റേഞ്ചിലത്തേക്ക് ഫിൻ നിഫ്റ്റി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. മിഡ് ക്യാപ്പിലാണെങ്കിൽ ഓൾമോസ്റ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കപ്പോൾ നാളെ രാവിലെ ഒന്നത് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും മറക്കണ്ട, എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ ട്രേഡ് മാച്ച് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ഏൺ ചെയ്യാം, ഒരുമിച്ച് ലേൺ ചെയ്യാം. ഓക്കെ ഫൈൻ. സോ മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് നിൽക്കുകയാണ്. ബെറ്റർ 13,162 ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 13,000 വരെ ഫോൾ ആകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 12,900 വരെ ഫോൾ ആകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നാളെ ലൈവിൽ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ടാറ്റാ സ്റ്റീൽ നമ്മളിത് സ്വിങ്ങിന് വേണ്ടി നമ്മൾ ഇന്ന് ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ആയിരുന്നു. ഒരു എൻട്രി എടുത്തിട്ടുണ്ട്, വെൽ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം അത് എത്രത്തോളം റിസൾട്ട് തരുമായിരിക്കും എന്നുള്ളതിൽ. സോ ഈ ഒരു സെർട്ടൻ റേഞ്ചിൽ നിൽക്കുകയാണ്. നാളെ അതൊരു ഗ്യാപ്പ് അപ്പ് ചെയ്ത് ഈ ഒരു ലെവൽ അതായത് 170ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് ഷെയർ ചെയ്യാം. ഇല്ല, ആ ഒരു എൻട്രി നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഈ എൻട്രീസ് എല്ലാം തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓടിപ്പോയി ജോയിൻ ചെയ്യാനാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പൊ നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം. ഒരുമിച്ച് ലേൺ ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.